കൊല്ലം പിറവന്തൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവാണ് യുവതിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചത്. യുവതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷമായിരുന്നു ആസിഡ് ആക്രമണം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, സംഭവം എന്താണ്? ഇത് കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് 6-ാം തീയതി രാത്രിയിലാണ്. വീട്ടിൽ കുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതിന് ഇയാൾ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. അതേസമയം സ്ത്രീധന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ബിനു ഇയാൾ സ്ഥിരം ഈ വീട്ടിൽ പ്രശ്നക്കാരനായിരുന്നു എന്നുള്ളതാണ് പുനലൂർ പോലീസിന് ആദ്യം നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ 6-ാം തീയതി രാത്രി സംഭവം നടന്ന ഉടൻ ധന്യ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. 7-ാം തീയതി രാവിലെ പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ 3 ദിവസം ചികിത്സയ്ക്ക് ശേഷമാണ് വിട്ടയച്ചത്. സംഭവം പുനലൂരിലെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാഗർ ഷാ തന്നെ പുനലൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴിയെടുത്ത് കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സംഭവം നടന്നത് ഈ ചെങ്ങന്നൂർ ആയതുകൊണ്ട് ചെങ്ങന്നൂർ പോലീസിന് ഇപ്പോൾ കേസ് കൈമാറിയിരിക്കുകയാണ്. സ്ത്രീധന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കിയിരുന്ന ബിനുകുമാർ എന്ന ഭർത്താവ്, ഇയാൾ വെൽഡിംഗ് തൊഴിലാളി കൂടിയാണ്. ഇയാളാണ് ഭാര്യ ധന്യയെ ആക്രമിച്ചത്. കയ്യിൽ കരുതിയിരുന്ന മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി ആയിരിക്കാം എന്നുള്ളതാണ് ധന്യ സംശയിക്കുന്നത്. എന്തായാലും ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. മുഖം വെട്ടിമാറ്റിയത് കൊണ്ടാണ് ഭാഗ്യവുമായി മാത്രമായി ആ പൊള്ളലേറ്റ് ധന്യ രക്ഷപ്പെട്ടത്. എന്തായാലും അവർ ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. രാജ്കുമാർ, ഞാൻ വരാം. ഇപ്പോൾ ശ്രീമതി ധന്യ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ, ദിവസവും വീട്ടിൽ ഇതിന്റെ പേരിൽ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? നേരത്തെ മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 2 മാസം കൊണ്ട് ഇവിടെ വെക്കേഷൻ ടൈമിൽ ഇവിടെ ആയിരുന്നു. ഇതിന്റെ പ്രശ്നം നേരത്തെ സ്ത്രീധന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ഇന്ന് സ്കൂള് തുറക്കുന്നതിന്റെ തലേന്നാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പൊ 3-4 ദിവസമേ ആയുള്ളൂ. അല്ലാതെ സ്ഥിരമായി ആ വഴക്കിനെ തുടർന്നുള്ള ചെയ്തല്ല. 2 മാസം ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ 4 ദിവസമേ ആയുള്ളൂ വീട്ടിലോട്ട് ചെന്നിട്ട് കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറപ്പല്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അന്നേരം 2 മാസത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ആ ദിവസം തന്നെ ഇയാൾ വഴക്കുണ്ടാക്കില്ല. ആ ദിവസം 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം കണ്ട. എന്നിട്ട് കുഞ്ഞ് അപ്പുറത്ത് അനിയന്റെ വീട്ടിൽ കിടക്കുമായിരുന്നേ, എന്റെ പൊടി ഇളയ കൊച്ച്. അതിന് 4-5 വയസ്സേ ആയുള്ളൂ. അപ്പൊ അതിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞത് ആവശ്യം. എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അത് കൊച്ചവിടെ കിടക്കോ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞില്ലാതെ എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല, അപ്പം ഞാൻ മുറ്റത്തിറങ്ങിയിരിക്കും എന്ന് പറഞ്ഞു. പൊടിക്കുഞ്ഞ് അവള് രാത്രി കിടന്ന് കരയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കുഞ്ഞ് ഇല്ലാതെ എനിക്ക് കിടന്നാലും ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ മുറ്റത്തിറങ്ങി നിൽക്കൂടി എന്നും പറഞ്ഞുണ്ടായി. പൊങ്ങയ്ക്ക് എല്ലാവിടെ കുത്തിപ്പിടിച്ച് അടിയായിരുന്നു. വലിയ കമ്പ്, പട്ടിയല് പോലത്തെ കമ്പ് എടുത്ത് അടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആസിഡ് ആകെ പുള്ളി കരുതി വെച്ചിരുന്നായിരിക്കണം കയ്യില്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വീട്ടിൽ ആസിഡിന്റെ വേറെ ഒരു ഉപയോഗങ്ങളും ഇല്ല. അതായത് വേഗത്തിലുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്തെടുത്ത് ഈ ആസിഡ് ഒഴിച്ചതല്ല, ഇത് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു വിഷയങ്ങളുണ്ട് വീട്ടിൽ. നേരത്തെ മുതലേ ഇതിലും കൂടുതൽ ആക്രമിച്ചിട്ടുണ്ട് എന്നെ, അടിയും വഴക്കളും. പിന്നെ അന്നൊക്കെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പോട്ടെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ക്ഷമിച്ചത് ഇത്രയും കാലം. അതായത് ഇയാള് ഈ ആസിഡ് അവിടെ ഇതിനു വേണ്ടി തന്നെ അവിടെ ആസിഡ് ഉപയോഗിക്കേണ്ട ഒരു അല്ലെങ്കിൽ ആസിഡ് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇതിനു വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിൽ മർദ്ദനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു നേരത്തെ പണ്ട് തൊട്ടേ? ഒരുപാട് അടിച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ വീട്ടിൽ വന്ന് ഇവിടെ അടിച്ചിട്ടുണ്ട്. അവിടെ വെച്ചും കൊന്നിട്ടുണ്ട്. നമ്മളന്ന് അന്ന് ആസിഡ് ഒഴിച്ചില്ലെങ്കിലും അന്ന് ഇതിലും കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ധന്യയുടെ എത്തുന്ന സമയത്തും ഇയാൾ അവിടെയും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു? അല്ല, ഇതുപോലെ ഇവിടെ വന്ന് നേരത്തെ ഇതുപോലെ ഇതുപോലെ വഴക്കണം പ്രശ്നങ്ങളായി ഞാൻ കുറെ നാൾ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് നിന്നിരുന്നു. ഈ സമയത്ത് ഇവിടുന്ന് ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് അടിച്ചു. ഇവിടെ വന്നിട്ട് ഒരുപാട് അടിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ വന്ന്. ധന്യ, ഈ വേഗത്തിൽ മുഖം വെട്ടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രമാണോ ഒരു വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടത്? കുറെ ചെള്ളക്കൊക്കെ വീണിട്ടുണ്ട് കേട്ടോ, ചെവിയിലും ചെള്ളക്കൊക്കെ വീണ്. തട്ടിയത് കൊണ്ട് മാത്രം, ഞാൻ തട്ടി ഇങ്ങനെ മാറിയത് കൊണ്ട് ഇങ്ങനെ അവിടെ ബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ വീണ് അവിടെയൊക്കെ നല്ലതായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഈ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതോ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ ഉണ്ടോ? അവരുടെയൊക്കെ ഒരു പെരുമാറ്റം? അന്നേരം ഞാനും ഭർത്താവും അച്ഛനും മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അച്ഛനാ വന്നെല്ലാം ഇടയ്ക്ക് ഇത്രയും അടി കഴിഞ്ഞിട്ടായ പുള്ളി അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് അറിയത്തില്ലല്ലോ. ഇത്രയും അടിച്ച് തലയൊക്കെ പൊട്ടി ചോര എടുക്കുക. അപ്പൊ അതിന്റെ കൂടെ ഇയാൾ കൊണ്ട് ആസിഡ് ഒഴിക്കുന്നുള്ള
എനിക്ക് ഓർത്തില്ല. അപ്പൊ അച്ഛനാന്നേരം വന്ന് പിടിച്ചത് മാറ്റിയതൊക്കെ. അത് കഴിഞ്ഞിട്ട് അയാൾ പോയി ഇത് എടുത്തോണ്ടൊന്ന് ഇങ്ങനെ ഒഴിക്കുമായിരുന്നു. ഒഴിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കുറെ വായിലൊക്കെ വീണിട്ടുണ്ട്. പിന്നെ അന്നേരം പിന്നെ അടുത്തുനിന്നൊക്കെ ആൾക്കാർ ഓടി വന്ന് വെള്ളമൊക്കെ വായിലൊഴിച്ച് തുപ്പിക്കുകയൊക്കെ ചെയ്ത് തണച്ച് ഇറങ്ങി പോകല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അതുകൊണ്ട് എന്തായാലും വേറെ വായിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി ഏകദേശം ഭേദമായി വരുന്നൊരവസ്ഥയാണോ? ഇപ്പൊ എന്ന് വെച്ചാൽ ഈ പൊള്ളിയത് കരിയുന്നില്ല കേട്ടോ. അതിന് പഴുക്കുവാണോ എന്തോന്നറിയത്തില്ല. പൊള്ളിയത് അങ്ങനെ തന്നെ ഇരിക്കുവാ. പുനലൂർ ആശുപത്രിയിലാണോ ചികിത്സ തേടിയിരിക്കുന്നത്? ആയിരുന്നു. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു. നന്ദി ശ്രീമതി ധന്യ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീമതി ധന്യാരാമൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ധന്യാരാമൻ, നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ് ഈ വിഷയങ്ങളിൽ, ഈ സ്ത്രീധന പീഡനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഇതൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയുടെ ദേഹത്തേക്ക് ഭർത്താവ് ആസിഡ് ഒഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അവർ മുഖം വെട്ടിച്ചത് കൊണ്ട് മാത്രം മുഖത്ത് വീഴാതെ രക്ഷപ്പെട്ടു. എന്താണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത്? ോടുകൂടിയാണ് ഈ വാർത്ത നമ്മളിപ്പം കേട്ടോണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീധന മരണങ്ങളോ അല്ലെങ്കിൽ സ്ത്രീധനം മൂലമുള്ള വേർപിരിയലുകളൊക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെതിരായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ആസിഡ് ഒഴിക്കൽ സംഭവം വരെ എത്തിയിരിക്കുന്നത്. കാരണം ഒരു കുടുംബം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ കൂടെയുള്ള ഭാര്യയുടെ നേരെ കൊല്ലാനോ അല്ലെങ്കിൽ ജീവിതകാലത്തോളം അവരുടെ ജീവിതം തകർക്കാനായിട്ടുള്ള ഒരു മനോഭാവം. അപ്പൊ ഇത് വളരെ ഭയപ്പാടുണ്ടാക്കുന്നു. അപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ 2 മാസത്തോളം ഇവിടെ പട്ടത്ത് വീടിനകത്ത് പൂട്ടിയിട്ടിരുന്നത്. അമ്മയെയും 2 വയസ്സുള്ള കുഞ്ഞിനെയും, 21 വയസ്സുള്ള പെൺകുട്ടിയെയും 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയും പൂട്ടിയിട്ടിരുന്ന വിവരം നമുക്കറിയാം. നമ്മള് പോലീസുകാര് പോയി ഗേറ്റും കഥകൊക്കെ പൊളിച്ചാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പം തൊട്ടടുത്ത് ഇത്രയും വലിയ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും പുറത്തുനിന്നുള്ള ഒരാൾ പോലും ഇടപെട്ടില്ല എന്നുള്ളത് പോലും നമുക്ക് വളരെ ഭയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്തരം സ്ത്രീധനത്തിനെതിരായിട്ട് വളരെ വലിയൊരു ക്യാമ്പയിൻ വീണ്ടും ആരംഭിച്ച പൊതു സമൂഹത്തിന് ഇതിനെപ്പറ്റി വളരെ നല്ലൊരു ബോധം കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് കുറച്ചെങ്കിലും ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. ആക്രമണങ്ങളും അതിക്രമണങ്ങളും പിന്നെ കൊല്ലലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു കുറവുമില്ല. നമുക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ കണക്കനുസരിച്ചിട്ട് തന്നെ അതെ ശ്രീമതി ധന്യാരാമൻ, അങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മളുടേതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ കണക്കിലെടുക്കാൻ കഴിയുമോ? കാരണം ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം ശിക്ഷാർഹമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്ര ഉള്ള വിഷയങ്ങളിൽ വേണ്ടത്ര ആ നിയമത്തിന്റെ ഒരു കാഠിന്യം എവിടെയെങ്കിലും കുറഞ്ഞു പോയതായി തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷയുടെ ഒരു കാഠിന്യം കുറഞ്ഞു പോയതായി തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? അത് തന്നെയാണ്, ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പം ഇത്രയും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ വനിതാ കമ്മീഷനുകളിലും കേസുകൾ ദിനം പ്രതി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ചതിയാണ്. പക്ഷെ ആവശ്യത്തിന് പൈസ ഭാര്യയുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ അവർ എന്തും ചെയ്യാം. എന്ത് ചെയ്തിട്ട് ഇവിടെ വധിച്ചിട്ട് കൊന്നിട്ട് പോലും ഇവിടെ ശിക്ഷ കിട്ടാത്ത ആളുകളുണ്ട്. ആ കുടുംബം തെളിവില്ലാതെ രക്ഷപ്പെട്ടു പോവുകയാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിലൊന്നും ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് ഇത്തരം യാതൊരു കേസുകളും നമ്മുടെ മുന്നിലില്ല. അപ്പൊ നിയമത്തിന്റെയും വലിയൊരു അപര്യാപ്തത ഇതിനകത്തുണ്ട്. ആളുകൾക്ക് ആർക്കും ഭയമില്ല. പിന്നെ കൂട്ടായിട്ട് പിന്നെ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള, അതല്ലെങ്കിൽ ഭർത്താവും അമ്മയും സഹോദരിയും ഒക്കെ ചേർന്ന് അതിക്രമം നടത്തിയിട്ടുള്ള കേസുകളിൽ ചുരുക്കം 1-2 കേസുകളിൽ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഇതുവരെ ഒരു പെൺകുട്ടിയും മരിച്ചിട്ടും കാര്യമായിട്ടൊന്നും ആരും ജയിലിനകത്ത് പോയിട്ടുമില്ല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടിയിട്ടുമില്ല. അത് വളരെ സത്യമാണ്. അതിന്റെ നിയമത്തിന്റെ അപര്യാപ്തത വലിയൊരു കാര്യം തന്നെയാണ് ഇതിനകത്ത്. അങ്ങനെയെങ്കിൽ ശ്രീമതി ധന്യാരാമൻ, നമുക്ക് ആ നിയമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമകാര്യങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതില്ലേ? അതിന്റെ മറ്റ് നിയമപരമായ വശങ്ങൾ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വരുന്ന തീർച്ചയായിട്ടും നമ്മൾ ഈ പരസ്യമായിട്ട് ഇത്രയും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ വിവാഹങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മളിങ്ങനെ കുറെ
കുറെ ഷോ ഓഫ് ആണ്. കുറെ സ്വർണം കുറെ പൈസ. ഇത് കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവരെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. ഒരു പെൺകുട്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ അവളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം, അവർക്കുള്ളതനുസരിച്ച് കൊടുക്കാം. പക്ഷെ അത് എന്തിനിങ്ങനെ പബ്ലിസിറ്റിയോടുകൂടി പരസ്യമായിട്ട് കൊടുക്കുന്നു? അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം വേണം. കർശനമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരുന്ന ഒരു തലമുറയ്ക്കും ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഒരു 500 രൂപ ബഡ്ജറ്റ് ഉള്ള ഒരാൾ എന്താണ് ജീവിതത്തിൽ മാറ്റിവെക്കുക? മറ്റുള്ളവരെ പോലെ അവർക്കൊന്നും സമ്പാദിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയൊരു നിയമനിർമ്മാണം, അല്ലെങ്കിൽ ഇതുവരെ ഇത്രയും വലിയ പബ്ലിസിറ്റിയോടുകൂടി ഇത്രയും വലിയ ആഡംബര വിവാഹങ്ങൾ നടന്നിട്ട് അതിനെതിരെയൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കറിയാം, വലിയൊരു ബാർ മുതലാളിയുടെ മകളുടെ വിവാഹം ഈയിടെ നടന്നിട്ട് ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്നും സംഭവിക്കില്ല. പൈസയുള്ളവർക്ക് എന്ത് ഷോ ഓഫും കാണിക്കാന്നുള്ള രീതിയിലേക്ക് അത് മറ്റുള്ളവരെ കൂടി പ്രലോഭിപ്പിക്കുകയാണ്. ആ പ്രലോഭനം കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബോധവൽക്കരണം നടത്തുന്ന ഒരു സമൂഹം നമ്മുടേതായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മുടെ ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് ഇത് നടപ്പിൽ വരുത്താൻ, ഈ ബോധവൽക്കരണത്തിലൂടെ നൽകുന്ന വിവരങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയുന്നില്ല. ആ പാളിച്ചകളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കണം, കുടുംബശ്രീയൊക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ഇടമാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തി വരുന്നുണ്ട് കേരളത്തില്. അപ്പം സ്ത്രീകൾക്ക് തന്നെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരാരും തന്നെ മാറി ചിന്തിക്കുന്നില്ല. മാറി ചിന്തിക്കേണ്ടത് ഓരോ പെണ്ണുമാണ്. അവരുടെ ഉള്ളിൽ ഉള്ള ഈ ചിന്തകൾ മാറിയാൽ മാത്രമേ അത് പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയുള്ളൂ. ഒരു പെണ്ണ് ഇത്തരം വിഷയങ്ങളിൽ എത്രമാത്രം പുരോഗമിക്കുന്നോ, അല്ലെങ്കിൽ അവൾ എന്തുമാത്രം മാറുന്നോ, അതിനനുസരിച്ചായിരിക്കും ഓരോ കുടുംബവും മാറുന്നത്. എനിക്ക് സ്ത്രീധനം വേണ്ട, അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ച് ജീവിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെണ്ണെ ഉറച്ചു പറയാനായിട്ട് കഴിയണം. മാതാപിതാക്കൾ ഇപ്പൊ ധാരാളം ഏത് രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. ഇഷ്ടംപോലെ പൈസ ഇപ്പോ വരുമാനത്തിനനുസരിച്ചും ആളുകൾക്ക് പൈസയുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണം ഒന്നും പോകുന്നില്ല. ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെ നമുക്കറിയാം, ഇന്ന് സർവീസിലുള്ളവർക്ക് 600 പവൻ, ഇവിടുത്തെ നമ്മുടെ IAS മകൾ വിവാഹം ചെയ്ത് 600 പവൻ ധരിച്ചിട്ടാണ്. അപ്പൊ അവരുടെയൊക്കെ കുടുംബാസ്തി എടുത്ത് നോക്കുമ്പോൾ അത്രയൊന്നും കാണാനുമില്ല. ഒരു ജോലി കൊണ്ട് എങ്ങനെയാണ് 600 പവൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട്, ബോധവൽക്കരണ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, അതായത് തൻ്റെ കല്യാണത്തിന് സ്ത്രീധനം വേണ്ട, അല്ലെങ്കിൽ ആഡംബരം വേണ്ട എന്ന് നമ്മുടെ യുവാക്കളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അവരെ എത്തിക്കേണ്ട ഒരു ചുമതല കൂടി നമുക്കില്ല. അങ്ങനെ ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണമല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മളെല്ലാവർക്കും പൊതുസമൂഹത്തിലെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഠിക്കാൻ കഴിയുന്നുണ്ട്, അവർ പഠിച്ച് ജോലി വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് എന്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയും, ഒരു കുടുംബം ഉണ്ടാക്കി. നമ്മുടെയൊക്കെ പൂർവികർ എങ്ങനെയാണ് അസറ്റ് ഉണ്ടാക്കിയെടുത്തത്? അവരൊന്നും ഒരുപാടില്ലെങ്കിലും അവർ ജോലി ചെയ്ത് അതിന് മിച്ചം വെച്ച് അങ്ങനെയാണ് നമുക്ക് വീടും അല്ലെങ്കിൽ കുറച്ച് ഭൂമിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ ഓരോ പെണ്ണിനും ഓരോ പുരുഷനും കഴിയണം. നമുക്കത് ആര് വിചാരിച്ചാലും കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് സാമ്പത്തിക മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഓരോ മനുഷ്യനും വേണം. ആ വിശ്വാസക്കുറവാണ് ഇത്തരത്തിലുള്ള ഭാരിച്ച സ്ത്രീധനം ചോദിക്കലിലേക്കും വാങ്ങലിലേക്കും ഒക്കെ നീങ്ങുന്നത്. അപ്പൊ എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് പറയാൻ ഓരോ പെണ്ണിനും കഴിയണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്ത്രീധനം കൊടുത്ത ഒരാൾക്ക് കല്യാണം കഴിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീധനം ഇല്ലാതെയാണ് എന്നെ കാസർഗോഡും തിരുവനന്തപുരത്ത് വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. അതുപോലെ ഓരോ പെൺകുട്ടിക്കും കഴിയണം. അപ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. ധൈര്യത്തോടു കൂടി മുമ്പോട്ടേക്ക് വരണം. ഈ സ്ത്രീധനം ചോദിച്ചു വരുന്ന കല്യാണങ്ങൾ അവിടെ പൊളിക്കണം. അത് പൊളിച്ച് പൊതുസമൂഹത്തെ അറിയിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കേരളം, നമുക്ക് പെണ്ണിനെ സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കാത്ത, കൊല്ലാത്ത ഒരു കേരളം ഉണ്ടാവുകയുള്ളൂ. നന്ദി, വളരെയധികം നന്ദി ശ്രീമതി ധന്യ രാമൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ഒരു സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഒരു ആക്രമണം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിറവന്തൂർ സ്വദേശിനിക്കാണ് ഇത്തരത്തിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആസിഡ് ആക്രമണം നേരിടേണ്ടി വന്നത്. ഏതായാലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ലാതെ അവർ വേഗത്തിൽ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു.